വിദ്യാർത്ഥികളുടെ മൊബൈൽ ഫോൺ ഉപയോഗം വിലക്കാൻ കർണാടക സർക്കാർ. ഇത് സംബന്ധിച്ച നിർദ്ദേശം ഉടൻ പുറത്തിറക്കും. സർവകലാശാലയിലും മൊബൈൽ നിരോധനത്തിന് ആലോചനയുണ്ട് എന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞു. ഇപ്പോൾ സജു ചാമക്കാലയിലാണ് വിവരങ്ങളുമായി ബംഗളൂരുവിൽ നിന്ന് ചേരുന്നത്. സജു, എന്താണ് സർക്കാർ നീക്കം? സജു ചാമക്കാലയിൽ ചേരുന്നുണ്ട് ഇപ്പോൾ ബംഗളൂരുവിൽ നിന്ന്. സജു, എന്താണ് സർക്കാരിന്റെ പരിഗണനയിലിരിക്കുന്ന ഈ വിഷയം? വിദ്യാർത്ഥികൾക്കിടയിൽ ഇപ്പോൾ വലിയ തോതിൽ മൊബൈൽ ഫോണിന്റെ ഉപയോഗം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഇന്നലത്തെ ഒരു പൊതുപരിപാടിയിൽ മുഖ്യമന്ത്രി ഇത്തരം ഒരു കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രധാനമായിട്ടും 16 വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ഫോണുകൾ നൽകുന്ന, പ്രത്യേകിച്ച് സ്കൂളുകളിൽ മൊബൈൽ ഫോണുകൾ വിദ്യാർത്ഥികൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പിന് അടിയന്തരമായി നിർദ്ദേശം നൽകാൻ വേണ്ടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്കിടയിലെ മൊബൈൽ ഫോൺ ഉപയോഗം അത് ത്വരിതപ്പെടുത്തുക എന്നുള്ള പ്രധാന ലക്ഷ്യമാണ് മുൻപോട്ട് വെച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികൾ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് അടിമയായിട്ട് മാറുകയാണ്. അതോടൊപ്പം തന്നെ മറ്റ് മയക്കുമരുന്നുകൾക്കും അടിമയായിട്ട് വിദ്യാർത്ഥികൾ മാറുന്നു. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾക്കിടയിലെ മൊബൈൽ ഫോണിന്റെ ഉപയോഗം ഇപ്പോൾ മാറ്റാൻ വേണ്ടിയുള്ള നിർദ്ദേശത്തിൽ ഇപ്പോൾ കർണാടക സർക്കാർ മുൻപോട്ട് പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ കൂടുതൽ സ്ഥലങ്ങളിലേക്ക്, പ്രത്യേകിച്ച് സർവകലാശാലകളിലേക്കും ഇത് നടപ്പാക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. പ്രധാനമായിട്ടും സർവകലാശാലകളിലെ VC-മാരോട് ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടുള്ള ഉടൻ ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുമെന്നാണ് ഇപ്പോൾ സർക്കാർ വ്യക്തമാക്കുന്നത്. സജു ചാമക്കാലയിലാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.